ഭവനത്തിലെ പവർ ഹൗസ് എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. അതാണ് കർത്താവ് പറഞ്ഞത്, അല്ലെങ്കിൽ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ദൈവം പറഞ്ഞ വാക്കിന് പല വീശിയാല് പെരുത്ത മീൻകൂട്ടം ഉണ്ടാകും. ഹല്ലേലൂയ. അത് ഞാൻ പറയുന്നതല്ല, കർത്താവ് പറയുന്നതാണ്. യാക്കോബ് എഴുതിയ ലേഖനം, ഹല്ലേലൂയ, 1-ാം അധ്യായം 12-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ 4 യാക്കോബുമാരുണ്ട്. ഇതിന്റെ എഴുത്തുകാരനെ കുറിച്ചൊന്ന് പറയാം. 4 യാക്കോബുമാരുണ്ട്. പുതിയ നിയമത്തിൽ പരാമർശിക്കുന്ന 4 യാക്കോബുമാരിൽ അൽഫായുടെ മകനായ യാക്കോബ്, യൂദയുടെ പിതാവായ യാക്കോബ്, സെബദിയുടെ മകനായ യാക്കോബ്, യേശുവിന്റെയും യൂദയുടെയും സഹോദരനായ യാക്കോബ്. അപ്പോൾ ഇതിൽ ഏത് യാക്കോബായിരിക്കും ഈ ലേഖനം എഴുതിയത്? യേശുവിന്റെ സഹോദരനായ യാക്കോബ്. ഹല്ലേലൂയ. അദ്ദേഹത്തെ തൂണുകളിൽ ഒരുവനായി എണ്ണപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നേരിട്ട് കണ്ട. ആദ്യം ഈ കർത്താവിനെ അംഗീകരിച്ചില്ല യാക്കോബ്, പിന്നീട് കർത്താവിനെ അംഗീകരിക്കുവാനിടയായി തീർന്നു. ഈ പുതിയ നിയമത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഭക്തനാക്കി ദൈവം മാറ്റുവാനിടയായി തീർന്നു. വായിച്ച ഭാഗത്തിലേക്ക് വരാം. ഇതിൽ 4 കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് കമ്പിവാചകത്തിൽ പറഞ്ഞു പോകാം. നമുക്ക് എന്തുണ്ട് അവിടെ? ഒരു പരീക്ഷയുണ്ട്. സ്തോത്രം. പിന്നെ 2, അത് സഹിക്കണം. 3, കൊള്ളാകുന്നവനായി തെളിഞ്ഞു വരണം. റിസൾട്ട് 4, ജീവകിരീടം പ്രാപിക്കും. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ദൈവസന്നിധിയിൽ ഒത്തിരി പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും ദൈവസന്നിധിയിൽ ഇരിക്കുകയും കരയുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ നടുവിൽ നിൽക്കുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം വിടുതലിന്, അനുഗ്രഹത്തിന് കാരണമായി തീരണം. കുഞ്ഞുങ്ങളുടെ ജീവിതത്തില്, ഹല്ലേലൂയ, സമൂഹത്തിലെ, നാം ആയിരിക്കുന്ന മേഖലയിൽ, ഭവനത്തില്, അകത്ത് ഒക്കെ വിടുതലായി മാറണം എന്ന് പകൽക്കാലം. ഹല്ലേലൂയ. അതുകൊണ്ട് വായികളെ തുറന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ട് തന്നെയായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പരീക്ഷ എന്ന പദം ട്രാൻസ്ലേഷനിൽ 2 പദമായിട്ടാണ് അതിനെ കാണിച്ചിരിക്കുന്നത്. ട്രയൽസ് ഓർ ടെസ്റ്റിംഗ് ആൻഡ് ടെംപ്ടേഷൻ. ഹല്ലേലൂയ. പരീക്ഷ കടന്നു വരുന്നത് ചിലപ്പോൾ ദൈവത്തിൽ നിന്നാണ്. ടെംപ്ടേഷൻ കടന്നു വരുന്നത് എവിടെ നിന്നാ? പിശാചിൽ നിന്ന്. ടെസ്റ്റിംഗ് വരുന്നത് ദൈവത്തിൽ നിന്ന്, ടെംപ്ടേഷൻ കൊണ്ടുവരുന്നത് പിശാചിൽ നിന്ന്. അവന്റെ പേര് തന്നെ നമുക്കറിയാം, ടെംപ്റ്റർ എന്നാണ്, അല്ലേ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അലേർട്ടായിരിക്കണം. ഹല്ലേലൂയ. അവന്റെ പേര് പോലെ തന്നെ ഇവൻ നമ്മുടെ മേൽ, ഹല്ലേലൂയ, പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനിടയായി തീരും. സഭയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനിടയായി തീരും. അവന്റെ പരിപാടികളെ നാം തിരിച്ചറിയുന്നവരായിരിക്കണം എപ്പോഴും. അത് പ്രാർത്ഥിക്കുന്നവർക്കും ഉപവസിക്കുന്നവർക്കും കണ്ണുനീരൊഴുക്കുന്നവർക്കും മാത്രമേ ഇവന്റെ പദ്ധതികളെ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇവനുമായിട്ട് അങ്ങ് അലയം ചെയ്യും. യവനുമായിട്ട് ചേർന്ന് പോകും. അവനുമായിട്ട് ചേർന്ന് പോകുന്നത് അവനൊരു താല്പര്യം. ചിരിച്ച് അങ്ങനെ മുന്നോട്ട് പോകും. ഹല്ലേലൂയ. പക്ഷേ യവനിൽ നിന്ന് അകന്നു കഴിഞ്ഞാല്, അല്ലെങ്കിൽ ആത്മാവിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെട്ടാല്, അല്ലെങ്കിൽ ഇവന് പിടിക്കത്തില്ല. ആരാ? പിശാച്. ഒരു മനുഷ്യനെയും പറ്റി പറയുന്നതല്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ഹല്ലേലൂയ, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും അത്രേ. അതുകൊണ്ട് ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിശാചിന്റെ തന്ത്രങ്ങളെ നാം എപ്പോഴും തിരിച്ചറിയണം. അത് നമ്മുടെ ഭവനത്തിനകത്ത്, നമ്മുടെ ഭാര്യയും ഭർത്താവും ഭയങ്കര സ്നേഹമായിരിക്കും. ചിലപ്പോൾ ഭാര്യയിൽ കൂടെ ആയിരിക്കും, ചിലപ്പോൾ കുഞ്ഞുങ്ങളിൽ കൂടെ ആയിരിക്കും പിശാച് പ്രവർത്തിക്കുന്നത്. അന്നത്തെ അല്ലെങ്കിൽ ആത്മീയ അന്തരീക്ഷവും നഷ്ടപ്പെടും. രാത്രിയിലെ ഭവന പ്രാർത്ഥന നഷ്ടപ്പെടും. അവന്റെ പദ്ധതികൾ അങ്ങനെയാണ്. അതുകൊണ്ട് എപ്പോഴും അലേർട്ടായിരിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ ആയുധങ്ങളിൽ ഒന്നാണ് നിരാശ എന്ന് പറയുന്നത്. നമ്മുടെ ഭവനത്തിൽ ഇവൻ, അതായത് നല്ലൊരു ഇരുമ്പ് പീസില് ഒരു തുള്ളി ഉപ്പ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാല് അത് ക്രമേണ എന്ത് ചെയ്യും? തുരുമ്പിച്ച് അത് ഇല്ലാതാകും. ഇതുപോലെയാണ് അവന്റെ പദ്ധതി. അല്ലെങ്കിൽ അവൻ നിരാശ കൊണ്ട് ഭവനങ്ങളിൽ ഇടും. സന്തോഷത്തോടെ പോകുന്ന, കരം കോർത്തു പിടിച്ചു പോകുന്ന ഭവനങ്ങളിൽ അവൻ നിരാശ കൊണ്ടിടും. ഈ നിരാശ ക്രമേണ
അവന് മാനസിക രോഗിയാക്കും. ഞാൻ എന്തിനു പ്രാർത്ഥിക്കുന്നു, ഞാൻ എന്തിന് ആലയത്തിൽ കടന്നു വരുന്നു, ഞാൻ ഇത്ര നാൾ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മറുപടിയില്ലല്ലോ എന്നെല്ലാം വളരെ ഭാരപ്പെട്ട് അവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ തുടങ്ങുന്നു. ഹല്ലേലൂയ. പിന്നെ രോഗം കൊണ്ടിടും. ഈ രോഗം കൊണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ കാര്യമാ പറയുന്നത്. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും കണ്ണുനീരൊഴുക്കുകയും ചെയ്യുന്നവരുടെ മേൽ രോഗം കൊണ്ടിടും. ഇതിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും യവന്റെ തന്ത്രമാണെന്ന്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഈ കുറച്ച് ദിവസം ഫാസ്റ്റിംഗിലായിരുന്നു. രാജി പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ തന്നെ ശരീരത്തിൽ പെട്ടെന്ന് ഈ വാരിയലിന്റെ ഭാഗത്ത് ഒരു അസ്വസ്ഥത നേരിട്ടു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ചില തൂണുകൾ നമ്മുടെ ചർച്ചിനകത്തുണ്ട്. ഞാൻ എൻ്റെ ഭാര്യയുടെ കാര്യമല്ല പറയുന്നത്, നമ്മുടെ ചർച്ചിനകത്ത് ചില പ്രാർത്ഥിക്കുന്ന തൂണുകളുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഫാസ്റ്റിംഗ് പ്രയറിന് വന്നിരുന്ന കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. ജോർജ് സാറ് ഷെയർ ചെയ്യുവാനിടയായി തോന്നും. ഞാന് ഹല്ലേലൂയ രാജിയുടെ വിഷയം പറയാൻ വിട്ടുപോയി. എന്നിട്ട് രാജി അവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ ദുഃഖം പ്രകടിപ്പിച്ചു, എന്റെ വിഷയം പറഞ്ഞില്ലല്ലോ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അപ്പോൾ കൂടിയിരുന്നതാ എല്ലാവരും ശക്തമായി ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു. കുഞ്ഞുമോൾ ആന്റിയാ പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഭവനത്തിലേക്ക് ചെന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഫിസിയോതെറാപ്പി 2-3 ദിവസം ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് നോക്കിയിട്ട് യാതൊരു കുഴപ്പവുമില്ല. ഈ പ്രാർത്ഥനയുടെ ഫലമായി അവന്റെ തന്ത്രത്തെ തിരിച്ചറിഞ്ഞു. ഇത് വിട്ടുപോകുവാനിടയായി തീർന്നു. സ്വതന്ത്രമായി കർത്താവിനെ സ്തുതിക്കും. ഇതുപോലെയാ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഭവനത്തിനകത്ത് നാം പോളിഷ് ചെയ്ത് വെച്ചിരിക്കുന്നതായ വിഷയങ്ങളുണ്ട്. അത് ദൈവം നോക്കിക്കൊള്ളും, പോട്ടെ. ഇതിനെ പോയിന്റ് ചെയ്ത് എടുത്തുകൊണ്ട് വന്ന് അതിനെ നിരത്തി വെച്ച് പിശാച് കയറിയതായ മേഖല എവിടെയാ, ഏത് മേഖലയിൽ കൂടെ അവൻ എന്റെ കുഞ്ഞിൽ കയറിയത്, എന്റെ ഭവനത്തിനകത്ത് കയറിയത്, ഇത്ര നാൾ വിടുതലില്ലാതിരിക്കുന്നത് എന്താണ് കാരണമെന്ന് അതിനെ തിരിച്ചറിഞ്ഞ് നോട്ടീസ് ചെയ്തിട്ട് അതിനെ പോയിന്റ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവൻ വിട്ടുപോകുവാനിടയായി തീരും. അവന്റെ തന്ത്രങ്ങളെ നാം ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. ആത്മാവുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ പിശാചിന്റെ പ്രവൃത്തികളെ കാണുമ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാവും. ഹല്ലേലൂയ. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ അത് ഭവനത്തിനായാലും സഭയിലായാലും സൊസൈറ്റിയിലായാലും അല്ലെങ്കിൽ ജോലി സ്ഥലത്തായാലും, ഹല്ലേലൂയ, അല്ലെങ്കിൽ പിശാചിന്റെ തന്ത്രം കടത്തിവിട്ടിട്ട് ദൈവാത്മാവുള്ള ഒരു വ്യക്തിക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും. കാരണം നമ്മൾ വസിക്കുന്നത് ദൈവാത്മാവല്ലേ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, അവന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുക. അല്ലെങ്കിൽ പിന്നെ മോഹം, അവന്റെ പരിപാടിയാ മോഹം കൊണ്ടിടുന്നത്. എല്ലാത്തിലും മോഹം കൊണ്ടിടും. ഹല്ലേലൂയ. ഭക്ഷണത്തില് നമ്മൾ പ്രായമുള്ളവർ എല്ലാവരും ലിമിറ്റ് ചെയ്ത് കഴിക്കുന്നത്. ചിലർ കണ്ടിട്ടുണ്ട് ഹല്ലേലൂയ ഭക്ഷണത്തോടൊരു ആക്രാന്തി, ഗ്ലട്ടണി. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സൗന്ദര്യത്തോടൊരു മോഹം. സൗന്ദര്യം എത്ര ഒരുങ്ങിയാലും ഹല്ലേലൂയ ഒരുങ്ങി പിള്ളയെ കുളിപ്പിച്ച് പിള്ളെ കുഞ്ഞിനെ ഇല്ലാതാക്കുന്നത് പോലെയാണ്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. മോഹം സാധനങ്ങളോട്, മറ്റുള്ളതിനോട്, പണത്തോട്. അല്ലെങ്കിൽ ഈ പിശാചിന്റെ തന്ത്രമാണെന്ന് ഓർത്തോളണം. സ്തോത്രം. ഇതിനെ തിരിച്ചറിഞ്ഞിട്ട് നിർത്തേണ്ടതെടുത്ത് നിർത്തിയാൽ ഹല്ലേലൂയ ഇവൻ വിട്ടുപോകുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവന്റെ പരിപാടികളെ നാം തിരിച്ചറിയും. പിന്നെ ജഡമോഹം കൊണ്ടുവരും, കൺമോഹം കൊണ്ടുവരും. ഹല്ലേലൂയ. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. ഹല്ലേലൂയ. ക്രമേണ കുറേശ്ശെ അകത്തോട്ട് കയറ്റി വിട്ടിട്ട് ഹല്ലേലൂയ ഈ മോഹം അകത്ത് ചെന്നിട്ട് അത് ഗർഭം ധരിച്ച് ഒരു ദിവസം പുറത്തു വരുവാനിടയായി തീരും. അതുകൊണ്ട് ഞാൻ പറയട്ടെ, പിശാചിന്റെ തന്ത്രങ്ങളെ നാം തിരിച്ചറിയുന്നവരായിരിക്കണം. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിന് ഒരു മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ടെംപ്ടേഷൻ ഞാൻ പറഞ്ഞല്ലോ പിശാചിൽ നിന്നാണ് കടന്നു വരുന്നത്. സ്തോത്രം. നമ്മൾ ഈ ടെസ്റ്റും അല്ലെങ്കിൽ ട്രയൽസിനെ കുറിച്ച് പറയുന്നില്ല, ടെംപ്ടേഷനെ കുറിച്ച്. ഹല്ലേലൂയ. പരീക്ഷയെ കുറിച്ച് നാം കുറച്ച് സമയം നമുക്ക് ചിന്തിക്കാം. 2 തീമോഥെയോസ് 3:12 വായിച്ചാട്ടെ. 2 തീമോഥെയോസ് 3:12 വായിച്ചാട്ടെ. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാ ഉപദ്രവവും ഉണ്ടാകും. അവിടെ കേട്ടോ, ക്രിസ്തുയേശുവിൽ ഭയത്തോടെ ഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാവും. ഇതാ ഇന്ന് സഭയെ ഹല്ലേലൂയ പിശാച് നോട്ടം വെച്ചിരിക്കുന്നത്. നാം ഒരു ആത്മീയ കാര്യം ചെയ്യുവാൻ വേണ്ടി ഉപവാസത്തോടും പ്രാർത്ഥനയോടും കണ്ണുനീരോടും കൂടി ദൈവസന്നിധിയിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഹല്ലേലൂയ ഉപദ്രവം കൊണ്ടിടുകയും, ദൈവജനം ആരാധിക്കരുത്, ദൈവജനം വിശുദ്ധിയിൽ കയറി വരരുത്. ഹല്ലേലൂയ. അവന്റെ പിശാചിന്റെ പദ്ധതി പോലെ മുന്നോട്ട് പോകണം. കുറച്ച് എഴുതി വെച്ചൊക്കെ വായിച്ചത് കളഞ്ഞിട്ടാ ഇപ്പോൾ ഇങ്ങോട്ട് കടന്നു വന്നത്. ഹല്ലേലൂയ. ഇതിനകത്തും ഇങ്ങനെ പറയാൻ തുടങ്ങിയാലോ. ഹല്ലേലൂയ. ഇതിനെയൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് അവന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി യേശുവിന്റെ നാമത്തിൽ പിശാച് എന്ന് പറയണം. ചില മേഖലകളെ നോക്കി അതിനുള്ള തന്റെ ഇടമുണ്ടോ? ഹല്ലേലൂയ.
പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഭയത്തോടും ഭക്തിയോടും കൂടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉപദ്രവം ഉണ്ടാകും. അത് കുടുംബത്തിൽ, ഹല്ലേലൂയ, മക്കളിൽ നിന്ന്, മരുമക്കളിൽ നിന്ന്, കൊച്ചുമക്കളിൽ നിന്ന്, ഹല്ലേലൂയ, സൊസൈറ്റിയിൽ നിന്ന് ഒക്കെ ഉപദ്രവം ഉണ്ടാകും. സ്തോത്രം, ഹല്ലേലൂയ. ഇതിനെ ഓവർകം ചെയ്യണം നാം എല്ലാവരും. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ഈ പരീക്ഷകൾ വിവിധ ഘട്ടങ്ങളായിട്ടാണ് കടന്നു വരുന്നത്. 1-ാം ക്ലാസ്സിൽ നാം സ്കൂൾ എടുക്കുമ്പോൾ 1-ാം ക്ലാസ്സിലെ പരീക്ഷ പോലെയാണോ 2-ാം ക്ലാസ്സിലെ പരീക്ഷ? ഇല്ല. എന്താ പ്രത്യേകത? 3-ാം ക്ലാസ്സിലെ പരീക്ഷ പോലെയാണോ 4-ാം ക്ലാസ്സിലെ പരീക്ഷ? കോജി സിസ്റ്റർ പറഞ്ഞ് പഠിപ്പിക്കുന്ന ടീച്ചറാ. 10-ാം ക്ലാസ്സിലെ പരീക്ഷ പോലെയാണോ എഞ്ചിനീയറിംഗ് കോളേജിലെ പരീക്ഷ? ഓരോ മുകളിലോട്ട് പോകും തോറും, ഹല്ലേലൂയ, എന്തുണ്ട് പറഞ്ഞാട്ടെ, എല്ലാവരും നിവർന്നിരിക്കണം. ഇപ്പൊ ആരും ധ്യാനിക്കണ്ട, ബൈബിൾ എല്ലാം അടച്ചു വെച്ചിരുന്നാ മതി, ഞാൻ പറയുമ്പോ തുറന്നാ മതി. ഹല്ലേലൂയ. എന്തുണ്ട്? പ്രൊമോഷൻ ഉണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ഈ പ്രൊമോഷൻ ഇല്ല എങ്കിൽ പഠിച്ച് അവിടെ തന്നെ ഇരിക്കും. ഇത് മാറണമെങ്കിൽ പഠിക്കണം. ഹല്ലേലൂയ. ഈ പരീക്ഷയിൽ ജയിക്കണം. ഹല്ലേലൂയ. എത്ര പേര് ആഗ്രഹിക്കുന്നു, ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതായ ഈ പരീക്ഷയിൽ എനിക്ക് ജയിക്കണം. എന്റെ കമ്പനിയില്, എന്റെ ഓഫീസില്, ഹല്ലേലൂയ, എന്റെ ഭവനത്തിനകത്ത്, ഞാനായിരിക്കുന്ന സൊസൈറ്റിയിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ എല്ലാം എനിക്കൊരു വിജയം ഉണ്ടാകണം. അതിൽ കർത്താവിൽ ആശ്രയിച്ചാലേ പറ്റത്തുള്ളൂ. ഞാൻ ആരുടെ കാര്യമാ പറയുന്നത്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു ദൈവവേദലിന്റെ കാര്യം മാത്രമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ആർമി ഉദ്യോഗസ്ഥന് ഇത്രയും എക്സസൈസ്, ഇത്രയും പ്രാക്ടീസ് മുന്നോട്ട് പോകും. ഡെയിലി അവർക്കുള്ള ഫുഡ് എല്ലാം ഭയങ്കര ക്രമീകൃതമായ നിലയിലാണ് കൊടുക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നാം ക്രിസ്തുവിന്റെ സോൾജേഴ്സാ, പട്ടാളക്കാരാ നാം എല്ലാവരും. ഹല്ലേലൂയ. നെഞ്ചത്ത് കരം വെച്ച് പറഞ്ഞ്, ഞാൻ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ, ഹല്ലേലൂയ, പട്ടാളക്കാരനാ. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ എന്നെ ആക്കി വെച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയാ. ഹല്ലേലൂയ. വായിക്കാം, 1 കൊരിന്ത്യർ 10:13 ഒന്ന് വായിക്കാം. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്ക് വഴി ഉണ്ടാകും. പരീക്ഷയോടുകൂടി പോക്ക് വഴിയും ഉണ്ടാക്കും. ഹല്ലേലൂയ. നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലും അധികമുള്ള പരീക്ഷ കടത്തിവിടത്തില്ല. ഹല്ലേലൂയ. അത് ഓവർകം ചെയ്യുവാനുള്ള ഒരു ദൈവകൃപ നമ്മുടെ മേൽ പകരും. അതുകൊണ്ടല്ലേ ഇന്ന് സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 31-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ശിമോനെ, ശിമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരനെ ഉറപ്പിച്ചു കൊള്ളുക. 32-ാമത്തെ വാക്യം, 31-32 വായിച്ചത് യേശു പത്രോസിനോട് പറയുന്ന ഭാഗമാണത്. ഹല്ലേലൂയ. നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. ഹല്ലേലൂയ. ആദിമസഭയിൽ പത്രോസിന്റെ റോള് വളരെ വലുതായിരുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞ ഒറ്റ പ്രസംഗത്തില് 3000 പേർ സഭയോട് ചേരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഹല്ലേലൂയ. ഈ പത്രോസിനെ പോലെ പലപ്പോഴും നമ്മുടെ ജീവിതം വന്നെടുക്കാം. പ്രാക്ടിക്കൽ ലൈഫില്, ഹല്ലേലൂയ, കർത്താവിനെ തള്ളി പറയുന്ന അവസ്ഥകൾ വന്നിട്ടില്ലേ? ഹല്ലേലൂയ. ഈ പത്രോസ് ദൈവസന്നിധിയിൽ മടങ്ങി വന്നു. അവൻ നേരിട്ടതായ പരീക്ഷയിൽ അവൻ വിജയിക്കുവാനിടയായി തീർന്നു. അപ്പോൾ ഒറ്റ പ്രസംഗത്തില് 3000 പേർ രക്ഷിക്കപ്പെടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. എന്നെയും നിങ്ങളെയും ദൈവം ശക്തമായിട്ട് ഈ മേഖലയിൽ ഉപയോഗിക്കുവാനിടയായി തീരും. 1 പത്രോസ് 5:8 ഒന്ന് വായിച്ചാട്ടെ. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ഇത് നമ്മളെപ്പോഴും ഹല്ലേലൂയ ശ്രദ്ധിക്കേണ്ട വാക്യമാണ്. ഉണർന്നിരിപ്പിൻ, നിർമ്മതരായിരിപ്പിൻ. പ്രതിയോഗിയായ പിശാച് ആരെ പോലെ? അലറുന്ന സിംഹം. സിംഹമല്ല പുള്ളി. ഒരു ഒറിജിനൽ ഇറങ്ങുമ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്. ഹല്ലേലൂയ. കർത്താവിനെ അനുകരിക്കാൻ വേണ്ടി സിംഹം എന്നുള്ളൊരു പേര്. ഹല്ലേലൂയ. സിംഹം എന്ന പോലെ ചുറ്റി നടക്കും, കറങ്ങി നടക്കും. അവൻ എല്ലാ മേഖലയും വലിഞ്ഞു കയറി. പിശാചിനെ അറിയാന്നുള്ള പോലെ വാക്യം വേറെ ആർക്കും അറിയത്തില്ല. ഹല്ലേലൂയ. യേശു കർത്താവ് ഓസിച്ചതിന് ശേഷം അവിടെ ചെന്നത് ആരാ? വാക്യം കൊണ്ട് അങ്ങോട്ട് കടന്നു ചെന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വചനത്തിന്റെ വാക്യങ്ങളെ വിളിച്ചു പറഞ്ഞ പിശാചിനോട് കർത്താവ് എങ്ങനെയാ വിജയിച്ചത്? വചനം പറഞ്ഞു തന്നെ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കും. അതുകൊണ്ട് പിശാചിനെ എതിർത്ത് നിൽക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവനെ മനസ്സിലാക്കി വേണം ഇടപെടുവാൻ. പരീക്ഷ എപ്പോൾ, ഏതുവരെ? ഇയ്യോബ് 7:18 ഒന്ന് വായിച്ചാട്ടെ.
അവനെ രാവിലെ തോറും സന്ദർശിച്ച് മാത്ര തോറും രാവിലെ തോറും ഹല്ലേലൂയ. പരീക്ഷ എപ്പോൾ? രാവിലെ തോറും. അടുത്ത മാത്ര തോറും മാത്രതോറും പരീക്ഷയുണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു ദൈവവേദന്റെ കാര്യമാണ് പറയുന്നത്. എപ്പോഴും പരീക്ഷയുണ്ട്. മാത്രതോറും, രാവിലെ തോറും പരീക്ഷിക്കേണ്ടതിന് അവൻ എന്തുള്ളൂ? ഓരോ നിമിഷവും ഹല്ലേലൂയ നമ്മെ ദൈവം പരീക്ഷിക്കുന്നു. ഹല്ലേലൂയ. അത് ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നതല്ല, ഇതിൽ നിന്ന് തെളിഞ്ഞ് പുറത്തു വരാൻ വേണ്ടിയ. എങ്ങനെ? നല്ലൊരു ഹല്ലേലൂയ മകനായിട്ട്, മകളായിട്ട്. സങ്കീർത്തനം 139 1 മുതൽ 4 വരെ പെട്ടെന്നൊന്ന് വായിച്ചാട്ടെ. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. ഒരു വാക്ക് പോലും കർത്താവിന് ഹിതമില്ലാത്തത് എന്റെ ജീവിതത്തിൽ വരരുതേ കർത്താവേ. അങ്ങനെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. എന്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. എന്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഒരു ക്യാമറ കണ്ട് കാണുന്നതിനെക്കാട്ടിലും അപ്പുറമായി ഹല്ലേലൂയ കർത്താവ് നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതം ഒരു വിശുദ്ധ ജീവിതമാണോ? കർത്താവിന് ഹിതമുള്ള ജീവിതമാണോ നാം ഓരോ ദിവസവും നയിക്കുന്നത്? ഹല്ലേലൂയ. ഞാൻ എഴുന്നേൽക്കുന്നത്, ഇരിക്കുന്നു, കിടക്കുന്നത്, പോകുന്നത്, വരുന്നത്, സംസാരിക്കുന്നത് എല്ലാം കർത്താവ് കാണുകയാണ്. ഒരു ഭയം, ദൈവഭയം നമ്മുടെ മേൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഏതൊക്കെ മേഖലകളിൽ പരീക്ഷകൾ കടന്നു വരാം? ഹല്ലേലൂയ. ഒന്നാമത് നിങ്ങളുടെ വിശ്വാസവും അനുസരണവും പരിശോധിക്കപ്പെടും. ഹല്ലേലൂയ. വിശ്വാസവും അനുസരണവും ഹല്ലേലൂയ പരിശോധിക്കപ്പെടും. യാക്കോബ് 1:3 വായിച്ചാട്ടെ. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവീൻ. നിങ്ങളുടെ വിശ്വാസത്തിന്റെ സ്ഥിരത എന്തുണ്ടാക്കുന്നു? സ്ഥിരത ഉളവാക്കുന്നു. പരിശോധന, വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു. ഹല്ലേലൂയ. ഈ വിശ്വാസത്തിന്റെ പരിശോധന അബ്രഹാമിൽ വരുവാനിടയായിരുന്നു. അത് നമുക്കറിയാവുന്ന പോർഷനാണ്. ഹല്ലേലൂയ. ഉൽപ്പത്തി 12 1 മുതൽ 1-2 എടുത്താട്ടെ. സ്തോത്രം. അബ്രഹാമിനെ വിളിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. സ്തോത്രം. അബ്രഹാം വിശ്വസിച്ചു, എല്ലാം വിട്ടു. ഹല്ലേലൂയ. ദൈവം പറഞ്ഞ വാക്കിനായിട്ട് ഹല്ലേലൂയ ഇറങ്ങിത്തിരിക്കുവാനിടയായി തീർന്നു. വായിച്ചാട്ടെ ആ ഭാഗം. യഹോവ അബ്രഹാമിനോട് അരുളിച്ചതെന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പ്രതിഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രഹാമിന് 100 വയസ്സാകും. 100 വയസ്സായപ്പോൾ ഒരു പുത്രനെ കൊടുക്കുകയാണ്. സ്തോത്രം. ഞാൻ വിശ്വാസത്തിന്റെ ആ പരിശോധനയും അനുസരണവും ഒക്കെയാ പറയുന്നത്. ഹല്ലേലൂയ. നാം കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഇതുപോലത്തെ ശോധനകൾ കടന്നു വരാം. അതിന്റെ നടുവില് ഉറച്ചു നിൽക്കണം, ബലപ്പെട്ടിരിക്കണം. അതിനുവേണ്ടിയാ ദൈവാത്മാവ് നമ്മെ ഈ വചനത്തിൽ കൂടെ ഉറപ്പിക്കുന്നു. 21-ാം അധ്യായത്തിൽ അബ്രഹാമിന് 100 വയസ്സായി. അപ്പോൾ ഒരു പുത്രനെ ലഭിക്കുന്നു. 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 22-ന്റെ 1-2 വായിച്ചാട്ടെ. അതിന്റെ ശേഷം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമിനെ ദൈവം എന്ത് ചെയ്യുന്നു? പരീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ദോഷങ്ങളാലുള്ള ടെസ്റ്റാണ്. അബ്രഹാമിനെ ടെസ്റ്റ് ചെയ്യും. ഹല്ലേലൂയ. അബ്രഹാമെ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോര്യാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് അരുളി ചെയ്തു. ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടാം. ഹല്ലേലൂയ. ഇവിടെ 21-ാം അധ്യായത്തിൽ 100 വയസ്സാകുന്നു, പുത്രനെ ലഭിക്കുന്നു. 22-ന്റെ 1 മുതൽ 2 വരെ നാം വായിച്ചു. പരീക്ഷയുടെ ഘട്ടം ആരംഭിക്കുകയാണ്. അവിടെ ഈ വയസ്സ് നാം മാനുഷികമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എന്താ പറയും? കർത്താവേ, 100 വയസ്സായി, എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യും. ഹല്ലേലൂയ. ഇതിന്റെ നടുവിൽ ഒരു മോനെ തന്നു, നീ അതിനെയും കൂടെ അങ്ങ് എടുക്കുന്നോ കർത്താവേ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് എന്ന് മാനുഷികമായിട്ട് നാം പറഞ്ഞു പോകും, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അബ്രഹാം വിശ്വസിച്ചതായ ദൈവം, ഹല്ലേലൂയ, എനിക്ക് മോനൊന്നും അവിടെ വിഷയമല്ല, എന്റെ ദൈവമാണ് എനിക്ക് വലുത്. എത്ര പേർക്ക് പറയുവാൻ കഴിയും? എന്റെ ഭാര്യയല്ല എനിക്ക് വിഷയം, എന്റെ ഭർത്താവല്ല എനിക്ക് വിഷയം, എന്റെ കുഞ്ഞുങ്ങൾ എന്നെ കരുതും എന്നുള്ളതല്ല എന്റെ വിഷയം, എന്റെ ദൈവമാണ് എനിക്ക് വലിയവൻ. അവൻ മതി. അവൻ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അന്ത്യം വരെ വിശ്വസ്തയോടെ നടത്തുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. കരമുയർത്തി
കർത്താവിന് ഒരു മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. യാഗം കഴിക്കാൻ പോകുന്ന വഴിയില് ഹല്ലേലൂയ മകനോട് ഹല്ലേലൂയ മകൻ ചോദിക്കുക, അപ്പാ എവിടെ വിറകുണ്ട്, സംഭവങ്ങളൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. പ്രധാന വസ്തു എവിടെ? ദൈവം കരുതിക്കൊള്ളും മോനെ. ഹല്ലേലൂയ. എന്തൊരു വിശ്വാസം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം കരുതിക്കൊള്ളും. ഹല്ലേലൂയ. കത്തി ഉയർത്താൻ പോലും അബ്രഹാം മടിച്ചില്ല. ഒരു മോനെ ഉള്ളൂ. സ്തോത്രം. കത്തി ഉയർത്താൻ പോലും. ഈ ഭാഗം വായിക്കുമ്പോൾ എപ്പോഴും എനിക്കങ്ങ് എന്റെ മനസ്സ് വല്ലാതെ പിടച്ചു പോകും. സ്തോത്രം. ഹല്ലേലൂയ. വ്യാകുലപ്പെട്ടു പോകും. ഹല്ലേലൂയ. അബ്രഹാമിനെ അറിയാം, ഞാൻ ഹോമയാഗം കഴിക്കാൻ എന്നോട് പറഞ്ഞവൻ പറഞ്ഞാൽ ഞാനത് ചെയ്യും. ഹല്ലേലൂയ. ചെയ്താൽ ഈ ഹല്ലേലൂയ എന്റെ മകൻ ഹോമയാഗം കഴിക്കും. ഈ ചാമ്പലിൽ നിന്ന്, കത്തി ചാമ്പലായാലും അതിൽ നിന്ന് എനിക്ക് തലമുറകളെ തരുവാൻ എന്റെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. പൂർണ്ണമനഗരം ധനാജനാദികനെ വൈഷമന. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളൊന്ന് സമർപ്പിക്കാമോ? അങ്ങയുടെ സന്നിധിയിൽ എന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. എനിക്ക് ഭൂമിയിൽ ശ്രേഷ്ഠമെന്ന് പറയുവാൻ ഒന്നുമില്ല. അങ്ങ് മാത്രം മതി. ഹല്ലേലൂയ. ഉടനെ ആ സെക്കൻഡിൽ തന്നെ അബ്രഹാമേ ബാലന്റെ മേൽ കൈവയ്ക്കരുത്. ഉടനെ കൈയെടുത്ത് മാറ്റി. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ഒന്ന് ടെസ്റ്റ് ചെയ്തത്. ആ ടെസ്റ്റിൽ എന്ത് ചെയ്തു? അബ്രഹാം വിജയിക്കുവാനിടയായത്. പ്രൈസ് ലോർഡ്. ഇതുപോലെയുള്ള ടെസ്റ്റുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. അതിൽ വിജയിക്കുവാൻ ദൈവാത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഒരു പാട്ടിന്റെ വരികൾ ഞാനൊന്ന് ഹല്ലേലൂയ. വരികൾ സമയമില്ല. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. ഓ പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. മോനെ ദൈവം എന്ത് ചെയ്തു? തിരിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇയ്യോബിന്റെ ജീവിതത്തിലോട്ട് നമുക്കൊന്ന് പോകാം. ഇയ്യോബിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അവിടെ വലിയൊരു ശോധനയായിരുന്നു. ഹല്ലേലൂയ. ഇവിടെ മക്കൾ ലിറ്ററലി നഷ്ടപ്പെടുകയാണ്. അല്ലേ? നേരത്തെ മകനെ കൊടുത്തു പരീക്ഷയിൽ, ഇവിടെ ലിറ്ററലി മക്കളെ നഷ്ടപ്പെടുകയാണ്. ഇയ്യോബ് 1:21 വായിച്ചേ. നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു. ഇതാണ് ഹല്ലേലൂയ ടെസ്റ്റിൽ വിജയിക്കുന്നവന്റെ ആപ്തവാക്യം ഉയർന്നു കേൾക്കേണ്ടത്. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത്രയും മക്കൾ ജീവിച്ചിരുന്നിട്ട് ഹല്ലേലൂയ തകർന്നു പോകുക എന്ന് പറഞ്ഞാൽ ഏത് ഭക്തനാണ്? ഈ ഭാര്യ പോലും, ഇയ്യോബിന്റെ ഭാര്യ പോലും പറഞ്ഞു. എന്താ പറഞ്ഞത്? അടുത്ത 2:11 വായിച്ചേ. അവൻ അവളോട് ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ, അതാ ഭാഗം. ഹല്ലേലൂയ. വായിച്ചേ. അവൻ അവളോട് ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നു. നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൊള്ളുന്നു. കയ്യിൽ നിന്ന് നന്മ ദൈവം തന്നപ്പോൾ അനുഭവിച്ചില്ലേ? തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. കടന്നു വന്നാൽ അനുഭവിച്ചൂടെ? ഹല്ലേലൂയ. എത്ര പേർക്ക് പറയുവാൻ കഴിയും? അപ്പാ അങ്ങ് നന്മ തന്നപ്പോൾ അനുഭവിച്ചു, ഞാൻ അതിൽ സ്തോത്രം പറഞ്ഞു പോയി. അങ്ങൊരു വാഹനം തന്നപ്പോൾ ഞാൻ അതിൽ സ്തോത്രം പാടിപ്പോയി. ആക്സിഡന്റ് ഉണ്ടായപ്പോൾ ഹല്ലേലൂയ പുറകുറുക്കുന്നു, അതിനും സ്തോത്രം പറയണം. ഹല്ലേലൂയ. വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളില്ലാതെ ഒരു കുഞ്ഞിനെ കിട്ടി. അതിനെ യാഗം കഴിക്കാൻ പറഞ്ഞാൽ എന്താ? അങ്ങോട്ട് ദൈവസന്നിധിയിൽ പിറുപിറുക്കരുത്. ഹല്ലേലൂയ. നന്മ തരുന്നതും നന്മ എടുക്കുന്നതും എല്ലാം ദൈവമാണ്. ഹല്ലേലൂയ. ദൈവത്തെ ഈ നന്മയുമായിട്ട് ഒരിക്കലും കണക്ട് ചെയ്ത് പലപ്പോഴും ദൈവമക്കൾക്ക് പറ്റുന്ന പ്രശ്നം അതാ. ഹല്ലേലൂയ. ഈ ലോകപരമായിട്ടുള്ള ഒന്നിനെയും കണക്ട് ചെയ്യരുത് ദൈവവുമായിട്ട്. നമ്മുടെ ഹല്ലേലൂയ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ഹല്ലേലൂയ. നിത്യതയ്ക്ക് വേണ്ടി നാം നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് വിശുദ്ധിയില്, വേർപാടില്, വചനാടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഹല്ലേലൂയ പിശാചിന്റെ തന്ത്രങ്ങളേക്ക് എതിർക്കുവാനുള്ള ഏത് ടെസ്റ്റ് കടന്നു വന്നാലും, ഏത് പരീക്ഷ കടന്നു വന്നാലും വിജയിക്കുവാനുള്ള ഒരു കരുത്ത്, ഒരു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകി തരുവാനിടയായി തീരും. കരങ്ങളെ ഉയർത്തി കർത്താവിന് ഒരു മഹത്വം കൊടുത്തി. അപ്പാ ഹല്ലേലൂയ, ഞാൻ ഭൂമിയിലായിരിക്കുമ്പോൾ മുന്നോട്ട് പോകുന്നതിനുള്ള ദൈവകൃപ പരിശുദ്ധാത്മാവാം ദൈവമേ എനിക്ക് തരണമേ എന്നുള്ള പ്രാർത്ഥനയായിരിക്കട്ടെ. ആ സ്തുതിയും ആ സ്തോത്രവും. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. നന്ദിയോട് സ്തോത്രം. നമുക്ക്
ഒരു പ്രതിഫലം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. അതിനായിട്ട് ആയിരിക്കണം നമ്മുടെ പോക്കും വരവും പ്രവർത്തനവും എല്ലാം. സ്തോത്രം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ വിശ്വാസവും അനുസരണവും പരിശോധിക്കപ്പെടുമെന്ന്. അടുത്ത് നമ്മുടെ നടപ്പ് പരിശോധിക്കപ്പെടും. നമ്മുടെ നടപ്പ് പരിശോധിക്കപ്പെടും. ആവർത്തനം 8:2 വായിക്കാം. ആവർത്തന പുസ്തകം 8-ാം നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെ നീ ഓർക്കണം. മതി. ദൈവം ഒന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്. ഈ ടെസ്റ്റിൽ ഇസ്രായേൽ മക്കൾ വിജയിച്ചോ? പല ഇടങ്ങളിലും വീണും എഴുന്നേറ്റും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വായിച്ചു കേട്ട ഭാഗം അങ്ങയാ. ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനായി, കൽപ്പന പ്രമാണിക്കുമോ എന്ന് അറിയുവാനായി. ഹല്ലേലൂയ. ചിലപ്പോൾ പരീക്ഷകൾ കടന്നു വരാം. 40 വർഷം ഒരു മരുഭൂമിയിൽ നടത്തുവാനിടയായി തീർന്നു. ഒരു പ്രതീക്ഷയുമില്ലാത്ത സാഹചര്യത്തില് ഹല്ലേലൂയ ദൈവം നടത്തുവാനിടയായി തീർന്നു. എന്റെ നിങ്ങളുടെ ജീവിതം അങ്ങനെയല്ലേ? ഹല്ലേലൂയ. എത്ര പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ല കർത്താവേ എന്ന് പറഞ്ഞപ്പോഴും അതിന്റെ നടുവിലും ദൈവം നടത്തിയില്ലേ? തലമുറകളെ നടത്തിയില്ലേ? ഭാരങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. കർത്താവ് എന്താ പറഞ്ഞേ? ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ഈ ലോകത്തിലാണോ നാം ജീവിക്കുന്നത്? നമുക്ക് കഷ്ടമുണ്ടായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ധൈര്യത്തോടെ എന്റെ കർത്താവിനെ മുറുകെ പിടിച്ച്, എന്റെ അപ്പൻ എനിക്ക് വേണ്ടിയുണ്ട്. ഏത് പ്രശ്നത്തിലും ഏത് പ്രതികൂലത്തിലും ഹല്ലേലൂയ, ഏത് ടെസ്റ്റും കടന്നു വരട്ടെ, ഹല്ലേലൂയ, അപ്പന്റെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് ഹല്ലേലൂയ പറയുന്ന ഹൃദയങ്ങളിൽ ദൈവാത്മാവ് ഇറങ്ങി വഴിവാനിടയായി തീരും. ഹല്ലേലൂയ. താഴ്വരകളുടെ നടുവില് ഉറവ് തുറക്കുന്നതായ ദൈവം, മരുഭൂമിയെ നീർപ്പൊയ്കയാക്കുന്നതായ ദൈവം, വരണ്ട നിലത്ത് നീരുറവ് തുറക്കുന്നതായ ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം ചെയ്യുന്നു. പിന്നെ നമ്മുടെ നടപ്പ് പരിശോധിക്കപ്പെടും. ശുദ്ധീകരിക്കാൻ വേണ്ടി ചിലപ്പോൾ ടെസ്റ്റുകൾ കടന്നു വരും. ഹല്ലേലൂയ. ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പൊ ആ രോഗ കിടക്കയില് വലിയൊരു ശുദ്ധീകരണം ഉണ്ടായി. ചിലര് രോഗം പിടിച്ച ഹോസ്പിറ്റലിലായിരിക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ദൈവത്തോട് അടുത്ത് വരുന്നത്. അവിടെ കിടന്ന് വചനം വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കർത്താവേ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ മിക്ക സ്ഥലങ്ങളിലും ഞാൻ യൂട്യൂബിലൊക്കെ ചില മെസ്സേജ് കേട്ടിട്ടുണ്ട്. ഒത്തിരി ക്യാൻസർ ബാധിച്ചതായ ഹല്ലേലൂയ മക്കൾ വിടുവിക്കപ്പെട്ട് ഹല്ലേലൂയ. ഒരു ദേവദാസൻ വളരെ ഫേമസ് ആണ്. ആ മരിച്ചുപോയ കുര്യാക്കോസിനെ പോലെ ഒരു ഹല്ലേലൂയ ഭക്തൻ. അദ്ദേഹം പറഞ്ഞു, ശരീരം മുഴുവനും കീറി മുറിച്ച് ഓപ്പറേഷൻ ചെയ്തു. ഇപ്പോൾ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ഒരു തീപ്പന്തമായി ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം വിടുവിക്കുന്നുണ്ട്. ശോധനയുടെ നടുവിൽ ഹല്ലേലൂയ ശുദ്ധീകരിച്ച് എടുത്ത് ദൈവം ഉപയോഗിക്കാറുണ്ട്. ഹല്ലേലൂയ. ചില കേസുകൾ നമുക്ക് ഹല്ലേലൂയ ദൈവത്തിനുള്ളത് മറവായിരിക്കുന്നു. അത് നമ്മൾ അങ്ങോട്ട് ചോദ്യം ചോദിച്ച് ദൈവത്തെ മുറിവേൽപ്പിക്കേണ്ട കാര്യമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ചിലപ്പോൾ ചില മരണങ്ങൾ സംഭവിക്കുന്നത് അവർ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ദൈവരാജ്യത്ത് കണ്ടില്ല എന്നിരിക്കും. അതുകൊണ്ട് നേരത്തെ കർത്താവ് വിളിക്കുന്നു. അതിനായിട്ട് സ്തോത്രം പറയണം. ഹല്ലേലൂയ. പ്രൈസ്. ആ ഭവനത്തിന്റെ നന്മയെ ഓർത്ത്, ആ ഭവനത്തിന്റെ ഹല്ലേലൂയ ദൈവത്തിന്റെ നീതിയെ ഓർത്തൊക്കെ ആയിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. നമ്മെ ശുദ്ധീകരിക്കാൻ വേണ്ടി ടെസ്റ്റ് കടന്നു വരും. സങ്കീർത്തനം 66:10 വായിച്ചാട്ടെ, പെട്ടെന്ന് വായിച്ചാട്ടെ. ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. വെള്ളി ഊതി കഴിക്കുന്ന പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു. ഊതി കഴിക്കുന്നത് പോലെ ഒരാലയിൽ ചെന്ന് കഴിഞ്ഞാൽ തട്ടാൻ ചെയ്യുന്നത് വെള്ളി അങ്ങോട്ട് ഇട്ടിട്ട് ഹല്ലേലൂയ അതിനെ എന്ത് ചെയ്യുന്നു? തീയിലിട്ടതിന് ശേഷം തീ അങ്ങോട്ട് ഊതുന്നു, പമ്പ് ചെയ്യുന്നു. ഇതങ്ങോട്ട് ചെന്ന് ആ വെള്ളി എന്ത് ചെയ്യുന്നു? അത് ഉരുകുന്നു. അത് ഉരുകി അതിൽ നിന്നുള്ള വേസ്റ്റ് എല്ലാം പുറത്തു പോകുന്നു. വെള്ളി ഊതി കഴിക്കുന്നത് പോലെ അല്ലെങ്കിൽ പ്രിയ ദൈവപൈതലെ, ജീവിച്ചിരിക്കുന്ന ദൈവപൈതലെ, അല്ലെങ്കിൽ ഇതുപോലെയാണ് ഒരു ക്രിസ്തു ഭക്തന്റെ ജീവിതം എന്ന് പറയും. ഓരോ ദിവസവും ദൈവം നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവസാനം യെശയ്യാവ് 48:10 വായിക്കാമോ? പെട്ടെന്ന് വായിക്കാം. യെശയ്യാവ് 48:10. ഇതാ ഞാൻ നിന്നെ ഊതി കഴിച്ചിരിക്കുന്നു, വെള്ളിയെ പോലെ അല്ലതാനും ഞാൻ നിന്നെ കഷ്ടത ചൂളയിലാകുന്ന ശോധന കഴിച്ചത്. തീച്ചൂളയിൽ കൂടെ ഒന്ന് കടത്തി വിട്ടു, എന്നിട്ട് പുറത്തെടുക്കുകയാണ്. എല്ലാ ദിവസവും ഈ വെള്ളി ഇങ്ങനെ ഊതി കഴിച്ച് ഇതിങ്ങനെ തിളച്ചു മറിഞ്ഞ് അതിനകത്ത് ഈ വെള്ളം പോലെ ഇങ്ങനെ ആയി കിടക്കാനാണോ ഉദ്ദേശിക്കുന്നത്? അല്ല. ഹല്ലേലൂയ. അതിൽ നിന്ന് കീടങ്ങളെ മാറ്റിയിട്ട് അത് ചെയ്യുന്ന അവിടെ ഒരു പ്രവൃത്തിയുണ്ട്. അവിടെ ആ തട്ടാൻ അതിനെ പുറത്തെടുത്തിട്ട് അത് ക്ലീൻ ചെയ്ത ഭാഗം എടുത്ത് നല്ലൊരു പെടിയാക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോഴാണ് പ്രയോജനമുള്ളതായി മാറുന്നത്. പരീക്ഷ നേരിടാത്ത ഒരുത്തനും വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കുകയില്ല. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ? പരീക്ഷ നേരിടാത്ത ഒരുത്തരും വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കുകയില്ല. ഹല്ലേലൂയ,
പ്രൈസ് ദി ലോർഡ്. എല്ലാവരും വേദനയിൽ കൂടെ, തീച്ചുളയിൽ കൂടെ. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെ എടുത്തു കഴിഞ്ഞാൽ തീച്ചുളയിൽ കൂടെ കടന്നുപോയി. അബ്രഹാമിന്റെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ തീച്ചുളയിൽ കൂടെ കടന്നുപോയി. ഇയ്യോബിന്റെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ തീച്ചുളയിൽ കൂടെ കടന്നുപോയി. ക്രിസ്തുവിനെ ആരാധിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഓരോ ഭക്തന്റെയും ജീവിതത്തിൽ ഒരു തീച്ചുളയുടെ അനുഭവമുണ്ട്. ഈ തീച്ചുളയിൽ കൂടെ പോകുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ പെറുപെറുക്കാതെ, അപ്പാ ഇത് തരണം ചെയ്യുവാനുള്ള ദൈവകൃപ എന്റെ മേൽ പകരണമേ, ഈ രോഗം ഹല്ലേലൂയ തരണം ചെയ്യുവാനുള്ള ദൈവകൃപ എന്റെ മേൽ പകരണമേ, എനിക്കതിനുള്ള ഹല്ലേലൂയ ആരോഗ്യമില്ലപ്പാ. ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ ഒരു പോംവഴി, ഒരു പൊക്ക വഴി കർത്താവ് ഒരുക്കുവാനിടയായി തീരും. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തൻ. അവൻ വഴിയിൽ വിട്ടേച്ചു പോകുന്ന ദൈവമല്ല. അവൻ ജീവപര്യന്തം നടത്താമെന്ന് വാക്ക് പറഞ്ഞാ വിളിച്ചിറക്കിയത്. അബ്രഹാമിനെ ഞാൻ നിന്നെ നടത്താമെന്ന് പറഞ്ഞാണ് വാക്ക് കൊടുത്ത് ഇറക്കുവാനിടയായിട്ടുണ്ട്. അതുപോലെയാ എന്നെയും നിങ്ങളെയും വാക്ക് പറഞ്ഞ് വിളിച്ചിറക്കിയത്. അതുകൊണ്ട് ദൈവം വഴിയാധാരമാകുവാൻ അനുവദിക്കയില്ല. നമ്മുടെ സഭയെ വഴിയാധാരമാകുവാൻ ദൈവം അനുവദിക്കയില്ല. ദൈവം വാക്ക് പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ വാക്ക് വാക്കാണ്. പാതാള ഗോപുരങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അതൊരു സൈഡിൽ അതിന്റെ ജോലിയാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വരും, അത് പോകും. പക്ഷേ ഹല്ലേലൂയ, ആത്മാവിൽ, വിശുദ്ധിയിൽ, വേർപാടില്, പരീക്ഷയിൽ പെറുപെറുക്കാതെ ഹല്ലേലൂയ അതിനെ തരണം ചെയ്യുവാനുള്ള പ്രാപ്തിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഹല്ലേലൂയ പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവാൻ ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് ആരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ ഹല്ലേലൂയ സഭയിൽ നിലനിൽക്കുവാൻ, ദൈവസഭയിൽ നിലനിൽക്കുവാൻ, ഹല്ലേലൂയ നല്ലൊരു കുടുംബജീവിതം നയിക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. യേശു പറഞ്ഞു, എന്താ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പ്രധാനമായിട്ട് എടുത്തു പറയട്ടെ. എല്ലാവരും എന്നെ നോക്കി കരങ്ങളെ ഉയർത്തി കർത്താവിന് ഒരു മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ഹല്ലേലൂയ. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു പവർ ഹൗസാണ്. വീട്ടിൽ പവർ അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇരുട്ടിലായിരിക്കും. സിസ്റ്റം, കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നവരെന്ത് ചെയ്യും? കറണ്ട് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? കുറച്ചു നേരം ബാറ്ററി പ്രവർത്തിക്കും, അത് കഴിഞ്ഞാല് ഓഫ് ആകും. ഹല്ലേലൂയ. നമ്മുടെ ഭവനത്തിലെ പവർ ഹൗസ് എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. അതാണ് കർത്താവ് പറഞ്ഞത്. അല്ലെങ്കിൽ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? ഹല്ലേലൂയ. ആദ്യം നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ജെറുസലേമിൽ, യഹൂദിയിൽ, ശമരിയിൽ, ഭൂമിയുടെ അറ്റത്തോളം ആദ്യം ചാടിക്കേറി ഭൂമിയുടെ അറ്റം മുതൽ തുടങ്ങണ്ട. ആദ്യം ചാടിക്കേറി ഭൂമിയുടെ അറ്റം മുതൽ തുടങ്ങിയാൽ അവിടുത്തെ പിജ എല്ലാം കൂടെ കയറി ഇവിടെ ജെറുസലേമിൽ കയറി വരും. സ്തോത്രം. പിന്നെ ജെറുസലേമിൽ ഇരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആദ്യം യോശുവ പറഞ്ഞതുപോലെ ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. രാവിലെ എഴുന്നേറ്റ് ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രാവിലെ ഒരു പ്രഭാത ഗീതം പാടണം. ഉഷകാലം നാം എഴുന്നേൽക്കുക, പാട്ടൊക്കെ പാടി. അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ ഒരു ഭവന പ്രാർത്ഥന, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെയൊക്കെ വിളിച്ചിരുത്തി. എത്ര രാത്രിയായാലും നല്ല ഭക്ഷണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പ്രാർത്ഥന സമയമാകുമ്പോൾ ഒരു ക്ഷീണം, ഞാൻ കിടക്കട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങിയാൽ മതി. നിന്റെ വീട്ടിലെ പവർ ഹൗസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, പ്രാർത്ഥനയാണ്. ഇത് ഓഫായി കഴിഞ്ഞാൽ ജീവിതം മൊത്തം കണ്ടിന്യൂസ് ആയിട്ട് ഇവൻ പിശാച് തന്ത്രപരമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരു ദിവസത്തെ പ്രാർത്ഥന മുടക്കിയാൽ അടുത്ത ദിവസം കുറച്ചുകൂടി നേരത്തെ മുടക്കും. ഹല്ലേലൂയ. ഭവന പ്രാർത്ഥന വേണം ഭവനത്തിനകത്ത്. ഇന്നൊരു തീരുമാനം എടുക്കണം. കർത്താവ് എന്റെ വീട്ടിലെ പവർ ഹൗസ് ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് യേശുവിന്റെ നാമത്തില്. അതിനെ അല്ലെങ്കിൽ മാനുഷികമായിട്ടൊരു തീരുമാനം എടുത്താൽ പിശാച് തടയിടും. കർത്താവിനോട് പറയാം, പരിശുദ്ധാത്മാവിന്റെ ഒരു സഹായത്തിന് വേണ്ടി ഞാൻ അപ്പനോട് അപേക്ഷിക്കുന്നു. അപ്പാ അത് ചെയ്യുവാൻ എന്നെ സഹായിക്കണം. ഇന്നു മുതൽ ഞാൻ എന്റെ വീട്ടിൽ ഭവന പ്രാർത്ഥന ആരംഭിക്കും. ഹല്ലേലൂയ. അതില്ലാത്തൊരു ദിവസം എനിക്ക് വേണ്ട. ഒരു ദിവസം ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ എന്റെ വീട്ടിൽ ഭവന പ്രാർത്ഥന ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. പവർ ഹൗസ് ആണ്. പവർ ഹൗസ്. ഭാര്യയ്ക്ക്, ഭർത്താവിന്, കുഞ്ഞുങ്ങൾക്ക്, നിന്റെ ചുറ്റുപാട് സഭയിലൊക്കെ ഈ ശക്തി വ്യാപരിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതത്തെ ഹല്ലേലൂയ ഫ്രണ്ടിൽ നമുക്ക് കൊണ്ടുവരാം. ഹല്ലേലൂയ. പ്രാർത്ഥനാ ജീവിതം, ഉപവാസവും പ്രാർത്ഥനയും ഫ്രണ്ടിലോട്ട് കൊണ്ടുവരുമ്പോൾ പിശാചിന് പിടിക്കത്തില്ല. പിന്നെ ഇവന്റെ സ്ട്രാറ്റജികളൊക്കെ വെച്ച് ഇങ്ങനെ സന്തോഷിച്ചു പോവുകയായിരുന്നു. ഇനി സ്ട്രാറ്റജി ഒന്നും വേണ്ട. ഇവിടെ കണ്ണുനീരൊഴുക്കുന്ന, ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം പേർ എഴുന്നേറ്റിരിക്കുകയാണ്. ഇവിടെ ചില അത്ഭുതങ്ങൾ നടക്കും, ഇവിടെ ചില അടയാളങ്ങൾ നടക്കും. ഹല്ലേലൂയ. ദൈവസഭ വിടുവിക്കപ്പെടുവാനിടയായി തീരും. ശത്രുവിന്റെ അവന്റെ പദ്ധതികളെയൊക്കെ ഹല്ലേലൂയ കണ്ടുണർന്ന് അതിനൊക്കെ ശാസിച്ചകറ്റി ഈ ദിനങ്ങളിൽ കർത്താവിന് വേണ്ടി പോരാടുവാൻ ദൈവാത്മാവ് നമ്മെ സഭയായി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥനയിൽ നമുക്ക് ഉണരാം. ഹല്ലേലൂയ.
Praise the Lord. 2 Corinthians 12:9 ഒന്ന് വായിച്ചേ. 2 Corinthians 12:9 നമുക്കറിയാവുന്ന ഭാഗമാണ്. അത് കഴിഞ്ഞ ഒരാളെ റോമർ 5:3-4 എടുക്കാം. അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് എവിടെയാ ബലഹീനത? എവിടെയാണ് പ്രശ്നം? ഭാരപ്പെട്ടിരിക്കുകയാണ്. എന്റെ ബലഹീനതയിൽ തികഞ്ഞു വരും, എന്റെ കൃപ നിനക്ക് മതി എന്ന് കർത്താവാ പറഞ്ഞത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 3-4 ഒന്ന് വായിച്ചേ. അതുതന്നെ അല്ല, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. കഷ്ടങ്ങളിലും നാം സന്തോഷിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പിശാച് ആദ്യമേ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളൊക്കെ കൊണ്ടിട്ടതിന് ശേഷം പറയാം, അവന് കഷ്ടപ്പെട്ടിട്ടുണ്ട്, അവൻ ഇനി മുന്നോട്ട് വരികത്തില്ല. ഹല്ലേലൂയ. ഈ കഷ്ടങ്ങളുടെ നടുവിലും ഈ വേദനയുടെ നടുവിലും ഹല്ലേലൂയ സന്തോഷിക്കുന്ന ഒരു അനുഭവം എത്ര പേർക്ക് വേണം? അത് വേണ്ട പാസ്റ്ററെ, അത് വേണ്ട. കഷ്ടങ്ങൾ വരുമ്പോൾ എനിക്കത് തരണം ചെയ്യാൻ പാടാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ. കഷ്ടങ്ങളിൽ അതിനെ തരണം ചെയ്യുവാനുള്ളൊരു ദൈവകൃപയും അതിന്റെ കൂടെ വന്നുകൊണ്ടിരിക്കും. യാഗം കഴിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. അവിടെ ചെന്നു, അബ്രഹാം ചെന്നു. അപ്പോൾ മലയിൽ അവിടെ ഒരു ആട്. ഹല്ലേലൂയ. പോകാതിരുന്നെങ്കിലോ ഒന്നും പ്രാപിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം പറഞ്ഞ വാക്കിന് വല വീശിയാലേ പെരുത്ത മീൻകൂട്ടം ഉണ്ടാകാം. ഹല്ലേലൂയ. അത് ഞാൻ പറയുന്നതല്ല, കർത്താവ് പറയുന്നതാ. ദൈവം പറയുന്ന വാക്കിന് കർത്താവെ ഒരു വിട്ടുവീഴ്ചയില്ലാതെ, ഒരു മുട്ടുപിന്നിന്റെ അത്ര പോലും ഹല്ലേലൂയ കോംപ്രമൈസ് ഭാവത്തോട് ചെയ്യാതെ ദൈവം പറയുന്നത് അതുപോലെ ഉവ്വ് എന്നും ഇല്ല എന്നും ഹല്ലേലൂയ ആണല്ലോ, അതുപോലെ ഞാൻ അനുസരിക്കാൻ തയ്യാറാകുന്നു എങ്കിൽ കർത്താവും പറയും, എന്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയിൽ തികഞ്ഞു വരുവാനിടയായി തീരും. അതുകൊണ്ട് വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലാതിരിക്കുന്ന പ്രിയ കുടുംബമേ, സഹോദര ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, കർത്താവ് കൂടെയുണ്ട്. കർത്താവ് വിടുവിക്കുവാനിടയായി തീരും. ദൈവാത്മാവിന് ശക്തി ഇറങ്ങി വരുവാനിടയായി തീരും. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ യഹോവയുടെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരും. ഹല്ലേലൂയ. പിന്നെ ഞാൻ അവസാനമായിട്ട് പെട്ടെന്ന് പറഞ്ഞു നടത്താം. സുവിശേഷ വേലയിലും ട്രയൽസ് ഉണ്ട്. സുവിശേഷ വേല 1 പത്രോസ് 4:12 മുതൽ ഒന്ന് വായിച്ചേ. 1 പത്രോസ് 4:12 മുതൽ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുന്തോറും സന്തോഷിച്ചുകൊള്ളുവിൻ. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവിൻ. അല്ലെങ്കിൽ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ കഷ്ടത വരുമ്പോൾ സന്തോഷിക്കാൻ. ഇവിടെ വീണ്ടും പറയുക, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു. പാസ്റ്ററെ, എങ്ങനെയാ സന്തോഷിക്കുന്നത്? വർഷങ്ങൾ കൊണ്ട് എന്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, വിടുതലില്ലല്ലോ അപ്പാ. അവൻ എന്റെ ഭവനത്തിലായിരിക്കുന്നു, അല്ലെങ്കിൽ അവൻ മറ്റൊരിടത്തായിരിക്കുന്നു. ഹല്ലേലൂയ. എങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും? ദൈവാത്മാവ് പറയുന്ന വാക്യം ഒന്നുകൂടെ ഒന്ന് അത് വായിച്ചേ. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിക്കുവാനിടവരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. 1 പത്രോസ് 1:6 മുതൽ ഒന്ന് വായിച്ചേ. പെട്ടെന്ന് വായിച്ചു നിർത്താം. 1 പത്രോസ് 1:6 മുതൽ 6-7. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് ക്രിസ്തുവേശുവിന്റെ എത്രയോ വിലപ്പെട്ടതാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നാം ദൈവത്തിൽ നിന്ന് എന്തൊക്കെയാ പ്രാപിക്കുന്നത്? പുകഴ്ച പ്രാപിക്കുന്നു, ബഹുമാനം പ്രാപിക്കുന്നു, തേജസ് പ്രാപിക്കുന്നു, ഹല്ലേലൂയ, മാനം പ്രാപിക്കുന്നു, എക്സെട്രാ. ഹല്ലേലൂയ. അങ്ങോട്ടങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിക്കുവാനിടവരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം. ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കർത്താവേ, ഞാൻ ഇന്ന് ഈ മെസ്സേജ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം, ഇത്രയും കഷ്ടതയിൽ കൂടെ കടന്നുപോയി കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം, കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ്